ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ? ഇത് ഞാൻ പിന്നെ രാവിലെ അരി അരച്ച് അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എണ്ണ ഉണ്ടായിരുന്നില്ല. എണ്ണ നോക്കുമ്പോൾ എണ്ണയില്ല. അപ്പം ദോശക്കല്ലിൽ വെച്ച് ചുട്ടപ്പം ഇങ്ങനെയൊക്കെയായി അവസ്ഥ. കിട്ടുന്നില്ല മര്യാദയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ ശരിയാകൂലല്ലോ വിചാരിച്ചു. അപ്പം ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അപ്പച്ചെമ്പ് എടുത്തിട്ടുണ്ട്. വീട്ടിൽ പോയില്ല, ഇന്നലെ മഴയായതുകൊണ്ട് പുറത്ത് പോയില്ല. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഒന്ന് നോക്കി നോക്കാം എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. വീണ്ടും നേരം അപ്പം ഇങ്ങനെ വെച്ചു ഇത് കണ്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ വേറെ പാത്രം കൂടെ വെച്ചിട്ടുണ്ട്, അതെന്താവും നടത്തില്ല, ഇളകി മറിയോ. എന്നിട്ട് ഇങ്ങനെ വെച്ചു, ഇത് ഒഴിച്ചു. 2 ട്രിപ്പ് വെക്കേണ്ടി വരും, കുറച്ച് മാവ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ നോക്കട്ടെ ഇതെങ്ങനെ ആയിരിക്കുന്നു, ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല. നോക്കട്ടെ കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു അപ്പം അരി അരച്ചിട്ടുണ്ടാക്കി ആ അപ്പം ഇപ്പം ഇങ്ങനെ ഈ അവസ്ഥയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്കിതിനെ ഒന്ന് എടുത്ത് നോക്കാവേ. ഇത് കണ്ടോ, ഇങ്ങനെ പീസാക്കിയിട്ട് കഴിക്കാം. കണ്ടോ, ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവ് അരച്ചതാണ്. അത് എണ്ണയില്ലാത്ത കാരണം ഞാൻ ഈ സാധനത്തിനെ ഈ രൂപത്തിലാക്കി. അപ്പം ദോശ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദോശ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, വേറെ പണിയെടുക്കുക കേട്ടോ. ഇത് അങ്ങനെ കഴിച്ചാൽ എണ്ണയൊക്കെ ഇങ്ങനെ ആക്കിയാലും എണ്ണ ഉണ്ടാവില്ല, കഴിക്കാൻ നല്ലതാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ടാവും. ഇതിന് വേണമെങ്കിൽ ഇതൊരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പക്ഷെ എനിക്ക് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് എനിക്ക് ചമ്മന്തി വേണമെന്നില്ല, എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം. പക്ഷെ നല്ലതുണ്ട് കേട്ടോ. ഇത് അടിപൊളി. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇതാണ് നമ്മുടെ അപ്പത്തിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് മീൻകറി കൂട്ടി കഴിക്കാം, ചമ്മന്തി കൂട്ടി കഴിക്കാം, എന്താ കറിയുള്ള വെച്ചാൽ അത് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റുമാണ്. തേങ്ങയും ജീരകവും അരിയും കുറച്ച് ചോറും കൂടെ വെച്ചിട്ട് സബോളേൻ്റെ ചെറിയ ഉള്ളി സബോള ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബെറ്ററായി അരച്ചെടുക്കൂ. എന്നിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കൂ. എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കഴിക്കാതിരിക്കേണ്ട. മീനൊക്കെ കൂടി ധൈര്യമായിട്ട് കഴിച്ചോ.